ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും പയറും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെറൈറ്റി മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, പൂരി ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാമോളം പയറെടുത്തിട്ടുണ്ട്. പയർ നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ഇത്രയും വലിപ്പത്തിലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയതിന് ശേഷം ഇതേ വലിപ്പത്തിൽ മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 3/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു 3/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലോട്ട് 2 നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേ വലിപ്പത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നിന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തൊരു 3 മിനിറ്റോളം നമ്മളൊന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം 6-7 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് 2 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വേവിക്കാനേ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ ആ മസാലയെല്ലാം നല്ലതായിട്ട് ഇതിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഓടിയൊന്ന് കൂടും. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നിന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ മെഴുക്കുവരട്ടി ഏകദേശം ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.